ഇത് ഒരു ചെറിയ സ്കെച്ച് ബുക്ക് ടൂർ വീഡിയോ ആണ്. ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസം മുന്നേ സ്കെച്ച് ബുക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് ഒരു DIY സ്ക്രാച്ച് നോട്ട് പോലെ ചെയ്തിട്ടുള്ള ഒരു പേജാണ്. നെക്സ്റ്റ് വൺ ഇസ് മണ്ടാല ആർട്ട്. ഈ സ്കെച്ച് ബുക്കിൽ എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പേജാണിത്. ഇത് DIY സ്റ്റിക്കർ, സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള DIY സ്റ്റിക്കർ ഇങ്ങനെ 2 പേജിലുമായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു ചെറിയ പെയിൻറ്റിങ് പോലെ ഐ ട്രൈഡ്. ഞാൻ എൻ്റെ സ്കില്ലും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്കെച്ച് ബുക്കൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്. എനിക്കിങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഇല്ലസ്ട്രേഷൻ ടൈപ്പ് ഓഫ് പിക്ചേഴ്സ് വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ് മേക്സ് മീ ഫീൽ വെരി ഹാപ്പി. പിന്നെ ഇത് അങ്ങനെ നന്നായിട്ട് വന്നില്ല. അപ്പോൾ ഈ സ്കെച്ച് ബുക്കിൽ എല്ലാം പ്രോപ്പറായിട്ടുള്ള സ്കെച്ചസ് മാത്രമല്ല, തിങ്സ് ദാറ്റ് ആർ ഫെയിൽഡ് ആർ ഓൾസോ ദെയർ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാണ്. ഇങ്ങനത്തെ നമുക്ക് ഒരു ഗ്രീറ്റിംഗ് കാർഡിലോ അങ്ങനെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുമ്പോൾ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ വരച്ച് നോക്കാറുണ്ട്. ഇതൊരു ഹെയർ ഡ്രോയിങ് ട്രൈ ചെയ്തതാണ്. ആൻഡ് ഈ സ്കെച്ച് ബുക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ചായി. ആൻഡ് ഐ എം റിയലി പ്രൗഡ് ദാറ്റ് ഒരു സ്കെച്ച് ബുക്ക് ഞാൻ തീർത്തു. ഇത് വാങ്ങിയപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചിട്ടില്ല ദാറ്റ് ഐ വുഡ് ബി ഏബിൾ ടു കംപ്ലീറ്റ് ഇറ്റ്. ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് പേജ് ഓഫ് ദിസ് ബുക്ക്. ഈ ഡ്രോയിങ്ങും അത്യാവശ്യം നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇങ്ങനെ കുട്ടികൾക്ക് മാത്രമല്ല അഡൾട്ട്സിനും ഇങ്ങനത്തെ ഓരോന്നൊക്കെ വരയ്ക്കുന്നത് മേക്സ് പീപ്പിൾ ഹാപ്പി. അപ്പോൾ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇങ്ങനത്തെ പലതും ഞാൻ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയൊരു മണ്ടാല ആർട്ടാണ്. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് റിയലി പ്രിറ്റി. ഇങ്ങനെ പല ടൈപ്പ് മീഡിയം ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ വാട്ടർ കളറും ബ്രഷ് പെൻ, കളർ പെൻസിൽ അങ്ങനത്തെ ഓരോന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ്. ഇറ്റ് ഡിഡ് നോട്ട് കം ഔട്ട് വെൽ. അത് ബ്രഷ് പെൻ വെച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ ചെറുതായിട്ട് ചില ഭാഗത്തൊക്കെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ വാട്ടർ കളർ വെച്ച് ചെയ്ത് നോക്കിയതാണ്. ആൻഡ് അടുത്തതാണ് എനിക്ക് ഈ സ്കെച്ച് ബുക്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇങ്ങനത്തെ ഇല്ലസ്ട്രേഷൻ ടൈപ്പ് ഒരു സ്റ്റോറി ബുക്ക് ഫീൽ തരുന്ന ഇങ്ങനത്തെ ഡ്രോയിങ്സൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതൊരു ജീപ്പ് വരച്ച് നോക്കിയതാണ്. ഇങ്ങനെ വെഹിക്കിൾസ് വരയ്ക്കുമ്പോൾ ഐ ഫീൽ എന്തോ ഒരു ടൈപ്പ് ഭംഗി അതിനും കിട്ടാറുണ്ടെന്ന് തോന്നാറുണ്ട്. അങ്ങനെ ദിസ് ഈസ് ഓൾസോ വിത്ത് ബ്രഷ് പെൻ. ഇത് അങ്ങനെ പ്രോപ്പറായിട്ട് വന്നില്ല, അപ്പം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു ഡ്രോയിങ് ആണിത്. ആൻഡ് ദിസ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് വൺ. എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഇനി അടുത്തതൊരു സ്കെച്ച് ബുക്ക് ടൂർ പാർട്ട് 2 ഉണ്ടാവും.